ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലഭാസ്കറിൻ്റെ ഭാര്യയായിട്ടുള്ള ലക്ഷ്മീൻ്റെ ഇൻ്റർവ്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരുപാട് എന്താ പറയുക, അവർക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കമൻസും ഉണ്ട്. പക്ഷേ കുറച്ചൊന്ന് നമ്മൾ എന്താ പറയുക, ആൾക്കാരിങ്ങനെ ചിന്തിക്കാതെ ഇടുന്ന കമൻസ് ഉണ്ടാവില്ലേ, അതുകൊണ്ടിട്ട് അവരെ മനഃപൂർവ്വം ഒന്ന് എന്താ പറയുക വേദനിപ്പിക്കുക എന്നുള്ള ആ ഒരു രീതിയിൽ ഇടുന്ന കമൻസും ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ലക്ഷ്മീൻ്റെ ചെറിയൊരു ക്ലിപ്പ് കണ്ടിട്ട് നമുക്ക് വീഡിയോ ഏറ്റവും വലിയ നഷ്ടം. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് വേറെ കാര്യങ്ങളിലൊക്കെ മനസ്സ് പോകേണ്ട കാര്യം വരുന്നില്ല. എനിക്ക് വിഷമിക്കാനുള്ള ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ ഓൾറെഡി ഉള്ളപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ലക്ഷ്മിക്ക് അപ്പോൾ ഈ ഒരു ക്ലിപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരെന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇങ്ങനെ ഒരു സൈബർ ബുള്ളിങ് ഉണ്ടായിട്ടും ആരുടെയും മുന്നിലേക്ക് ഒരു എന്താ പറയുക അതിനുള്ള ആ ചോദിച്ചതിനുള്ള റിപ്ലൈ ആയിട്ടൊന്നും വരാത്തത് എന്നുള്ളത്. കാരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് വന്ന ഏറ്റവും വലിയ നഷ്ടമാണ് അവരുടെ എന്താ പറയുക ഹസ്ബൻഡും പിന്നെ ആ ഒരു എത്രയോ കാലത്തിന് ശേഷം കിട്ടിയൊരു മോളുമാണ് അത് പോയത്. അപ്പം അതിനേക്കാൾ വലിയ നഷ്ടമായിട്ടുള്ളതൊന്നും അവർ കാണുന്നില്ല. കാരണം ആ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ ലക്ഷ്മി പറയുന്നുണ്ട്, ലക്ഷ്മിക്ക് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി ഉള്ള രണ്ടാൾക്കാരാണ്, ഒന്ന് ബാലഭാസ്കറും പിന്നെ മോളും. അപ്പോൾ ഇത്രയും ലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഓരോ കുടുംബജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഓരോ എന്താ പറയുക ഓരോ റിലീജിയനിലും ഓരോ മതത്തിനും ഓരോ പ്രേയേഴ്സും കാര്യങ്ങളുണ്ട്. അപ്പം ഞാനായിട്ടുണ്ടെങ്കിലും നമ്മൾ ആ ഒരു 5 നേരം നിസ്കരിച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് നമ്മൾ നമ്മളെ എന്താ പറയുക ഭർത്താവിനും കുട്ടികൾക്കൊന്നും ഒന്നും സംഭവിക്കരുത് എന്നാണ് നമ്മൾ ഫസ്റ്റ് പ്രാർത്ഥിക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളൂ. അപ്പം അതേപോലെയുള്ള ഒരാൾ തന്നെയാണ് ലക്ഷ്മി. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ എന്താ പറയുക അങ്ങനെ സ്വന്തം ഭർത്താവും കുട്ടിയും പോയിട്ടും വരെ ഒരു പിന്നെ അതിനെതിരായിട്ട് വന്ന ഒരക്ഷരം മിണ്ടാൻ പോലും ലക്ഷ്മി തയ്യാറാവുന്നില്ല എന്നാണ് മിക്ക ആൾക്കാരും ആ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ടിട്ടുള്ളത്. കാരണം മറ്റുള്ള ആൾക്കാർക്ക് ജസ്റ്റ് ഒന്നൊരു കമൻറ്റ് അവിടെ എഴുതിയിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് അവിടെ ഇട്ടാലും മതി. കാരണം ഇവർക്ക് പിന്നെ ഇവരും കൂടി അതിന് ആ ഒരു മരണത്തിന് ഉത്തരവാദിയാണ്, അല്ലെങ്കിൽ ഇവർക്ക് തീരെ സങ്കടമില്ല. ഇപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ തന്നെ ഒരുവിധ ആൾക്കാരെ കമൻസൊക്കെ ഞാൻ വായിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിലൊക്കെ പറയുന്നത് ഇവർ വെറുതെ ആക്ട് ചെയ്യുന്നതാണ്, ഇവർക്ക് വലിയ വിഷമങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല എന്നുള്ളത്. ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് 6 വർഷമായിട്ടുണ്ട്. ഈ ഒരു 6 വർഷത്തിൻ്റെ ഉള്ളിൽ എന്തെല്ലാം മെൻ്റൽ ട്രോമയിലൂടെ ആയിരിക്കും ലക്ഷ്മി കടന്നു പോയത് എന്നുള്ളത് അതുപോലെ എന്താ പറയുക കുറച്ച് ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് മനസ്സിലാവും എന്തെല്ലാം ട്രോമയിലൂടെ പോയിട്ടുണ്ടാവും എന്നുള്ളത്. കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദുരന്തം വന്നിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ, നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ ലൈഫിൽ നിന്ന് പോയാൽ അങ്ങനെയൊക്കെ വരുമ്പോഴെന്താ പറയുക, നമ്മൾ ആ ഒരു രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മനസ്സൊക്കെ ഭയങ്കര ഒരു ശൂന്യതായിരിക്കും. ഇനി എങ്ങനെയാണ് മുന്നോട്ട് എന്ന്. ഇവിടെ ലക്ഷ്മിക്ക് നഷ്ടമായത് ലക്ഷ്മീൻ്റെ 2 പ്രാണനും പ്രാണൻ്റെ പ്രാണനായ ആൾക്കാരുമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫീലിങ്സൊക്കെ ഒരുപാട് കാലം ഉണ്ടാവും. നമ്മളൊക്കെ കാണുന്നതാണ് ലക്ഷ്മീനെ ആ ഒരു ടൈമിലൊക്കെ കണ്ട ആ ഒരു ഫേസും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ പറയുക അതുമായിട്ട് അവർ അഡ്ജസ്റ്റഡ് ആയി പോയിന്ന് തോന്നുന്നു, അവരുടെ ആ ഒരു ഫേസും പിന്നെ സംസാരമൊക്കെ കണ്ടിട്ട്. പിന്നെ നമ്മളെന്താ പറയുക ചിന്തിക്കേണ്ടത്, പുറമേ ഒരു മനുഷ്യനെ നമ്മളോട് നല്ല ചിരിച്ചു കാണുന്നുണ്ട്, പക്ഷെ അപ്പോൾ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇൻ കേസ് ചിലപ്പോൾ ഒരു കുട്ടി മരിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഭർത്താവ് മരിച്ചതായിരിക്കാം, അല്ലെങ്കിൽ പേരൻസ് മരിച്ചതായിരിക്കാം. പക്ഷെ അവരൊന്നും എന്താ പറയുക നല്ല ചിരിച്ചിട്ട് ആൾക്കാരോടും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക ചിന്തിക്കേണ്ടത്, അവർക്ക് വിഷമമില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. അവർ ആ ഒരു വിഷമത്തെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അവരുടെ ഉള്ളിൽ ആ ഒരു വിഷമം എപ്പോഴും ഈ ഭൂമിയിൽ നിന്ന് പോകുന്നവരെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും ആ ഒരു വിഷമം. പക്ഷേ അതിങ്ങനെ മറ്റുള്ളവരെ കാണിച്ച് മറ്റുള്ളവരുടെ എപ്പോഴും കരഞ്ഞു പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പോഴൊന്നും നമ്മളെന്താ പറയുക നമ്മൾ അതിൽ നിന്നും ഒരു കാലത്ത് നമ്മൾ റിക്കവർ ആവില്ല. അപ്പോൾ ആർക്കായാലും ആഗ്രഹമുണ്ട് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരണം, പുറത്തേക്ക് വരണം എന്നുള്ളൊരാഗ്രഹം ഇല്ലാത്ത ഒരു മനുഷ്യന്മാരുണ്ടാവില്ല. പിന്നെ ഈ ഒരു ആക്സിഡൻറ്റിൻ്റെ ആ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അതൊരു എന്താ പറയുക ജസ്റ്റ് ഒരു ആക്സിഡൻറ്റ് മാത്രമല്ല എന്ന് തന്നെയാണ് നമ്മളെല്ലാവരെയും ഒരു തോന്നൽ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനോടനുബന്ധിച്ച് പല കാര്യങ്ങളും, പിന്നെ എന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാരെ പേര് അതിലെടുത്ത് പറയുന്നുണ്ട്, പിന്നെ സ്മഗ്ലിങ്ങിൻ്റെ ഒരു പേര് പറയുന്നുണ്ട്, എല്ലാം ഉണ്ട്.
പക്ഷേ ഇപ്പം നമ്മളൊരു ഹസ്ബൻഡ് വൈഫ് റിലേഷനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറമേ കാണുന്ന പോലെയല്ല. നമ്മളിപ്പോൾ പുറത്ത് ഇറങ്ങി ചിരിച്ച് കളിച്ച് നല്ല സംസാരിച്ചൊക്കെ വരും. പക്ഷേ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമ്മളുടേതായിട്ടുള്ള പ്രൈവസിയും സീക്രട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എത്ര ഓപ്പൺ അപ്പ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെ കുടുംബകാര്യം പിന്നെ അത്രയും സീക്രട്ടായിട്ടുള്ള ഫാമിലി മാറ്റേഴ്സൊന്നും നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യില്ല. അത് നമ്മളെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ മക്കൾ ആ ഒരു സർക്കിളിൽ അത് ഒതുങ്ങി തന്നെ നിൽക്കും. അതൊരിക്കലും പുറത്തു പോവില്ല. അതാണ് ആ ഒരു ഫാമിലീൻ്റെ ഒരു ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ചിലപ്പോൾ ഇൻ കേസ് അതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടാവാൻ മതിയോ, പക്ഷേ മരിച്ചു കഴിഞ്ഞിട്ടും ബാലഭാസ്കറിൻ്റെ പേര് ആ ഒരു ഇതിലേക്കൊന്നും വലിച്ചിഴക്കരുത് എന്നുള്ള ലക്ഷ്മീൻ്റെ ഒരു നിർബന്ധമായിരിക്കും. ലക്ഷ്മി കംപ്ലീറ്റ് ആയിട്ട് പറയാത്തത്, നടന്ന സംഭവങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ മുൻപുള്ള ഇതിനോട് ആസ്പദമായിട്ടുള്ള സംഭവങ്ങളൊന്നും പറയാത്തത് ഇതുകൊണ്ടായിരിക്കും. കാരണം ആ ഇൻ്റർവ്യൂവിൽ തന്നെ ലക്ഷ്മി പറയുന്നുണ്ട്, ബാലഭാസ്കറിന് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വയലിനിസ്റ്റായിട്ട് തന്നെ ജീവിതകാലം ലൈഫ് ടൈം അറിയപ്പെടുക, അത് കഴിഞ്ഞാലും ആ ഒരു പേരിൽ തന്നെ അറിയപ്പെടണം എന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം വെക്കുന്ന ഒരാളെ വേറൊന്നിൻ്റെയും വേറൊന്നിൻ്റെയും പേരിൽ അറിയപ്പെടാതിരിക്കാൻ ലക്ഷ്മി ആയിരിക്കും ഏറ്റവും നിർബന്ധമുള്ളത്. കാരണം അവരുടെ ലൈഫ് അവർക്കല്ലേ അറിയുള്ളൂ. പിന്നെ ബാലഭാസ്കറിൻ്റെ അമ്മൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും വർഷമായിട്ട് ലക്ഷ്മിയെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു അംഗീകാരം നമ്മൾ കൊടുക്കാത്തടത്തോളം കാലം നമ്മൾ ചിന്തിക്കുന്നത് അവർക്കിപ്പോഴും ആ ഒരു മകനെ തങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത ആ ഒരു പെൺകുട്ടീനോടുള്ള ആ ഒരു വെറുപ്പ് ഇപ്പോഴും ഉണ്ടാവാൻ മതിയോ, അതുകൊണ്ടായിരിക്കും അങ്ങനെ. പിന്നെ ജാതിയിൽ താഴ്ന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുവരെ അംഗീകരിക്കാത്ത ഒരാൾ പിന്നെ ഇപ്പോൾ മകനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ലക്ഷ്മീൻ്റെ നേരെ തന്നെ കൈ ചൂണ്ടുള്ളൂ. ലക്ഷ്മി കാരണമാണ് മരിച്ചത്, അല്ലെങ്കിൽ ലക്ഷ്മിക്ക് വേറെ എന്തെങ്കിലും റിലേഷനും കാര്യങ്ങളും അങ്ങനെ പോകെ ലക്ഷ്മീൻ്റെ നേരെ തന്നെ കൈ ചൂണ്ടത്തുള്ളൂ. പക്ഷെ അവർ ചിന്തിക്കുന്നില്ല, അവർക്കൊരു മകനെ നഷ്ടപ്പെട്ട അതേ ഫീലിംഗ് തന്നെയാണ് ലക്ഷ്മിക്ക്. ലക്ഷ്മീൻ്റെ മകളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ കുറേ വർഷങ്ങൾക്ക് ശേഷം കിട്ടിയൊരു മകളാണ്. അപ്പോൾ അതുപോലെ അവർ ചിന്തിക്കുന്നില്ല. അവരുടെ മകൻ നഷ്ടപ്പെട്ട ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അവരുടെ ആ ഇൻ്റർവ്യൂവിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു മകൻ്റെ കുട്ടീനെ പറ്റി പറയുന്നത് സംസാരിക്കുന്നത് പോലും അതിലില്ല കേട്ടോ. അപ്പോൾ ലക്ഷ്മിക്ക് അവരെക്കാൾ അധികം നഷ്ടം ഉണ്ടായത് ലക്ഷ്മിക്കാണ്. കാരണം നമുക്ക് നമ്മളെ പാർട്ട്ണറെ നഷ്ടപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിരിക്കും. കാരണം ലക്ഷ്മീൻ്റെ മുന്നുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ അഡ്ജസ്റ്റ്മെൻറ്റ് എത്രത്തോളം എന്നുള്ളത് ബാലുവിനോട് ചോദിച്ചാലേ മനസ്സിലാകത്തുള്ളൂ എന്നുള്ളത്. അപ്പം ബാലഭാസ്കറും അത് ശരിവെക്കുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്ത് അത്രയും നല്ല അഡ്ജസ്റ്റ് ചെയ്യുന്നത് തന്നെ എന്താണ്, നമ്മളെ മനസ്സിൽ ആ ഒരു നമ്മുടെ പാർട്ട്ണറോടുള്ള സ്നേഹവും വിശ്വാസമൊക്കെ ഉണ്ടായിട്ടാണ് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പം അത്രയും ലക്ഷ്മീൻ്റെ പാർട്ട്ണറും പോയി, ലക്ഷ്മീൻ്റെ മകളും പോയി. അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളിക്കാരത്തി കുറച്ചൊരു ധൈര്യത്തിലും ആ ഒരു ഇപ്പം അനുഭവിച്ചിപ്പോൾ ഒരു 6 വർഷമായല്ലോ. അപ്പോൾ അതിൻ്റെ പുറത്ത് അങ്ങനെ പോകുന്നതായിരിക്കും. അപ്പം അത് നമ്മളായിട്ട് അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അതിന് പകരം നമ്മൾ അവർക്ക് ബാഡ് കമൻറ്റും അവരാണ് കൊന്നത് എന്നുള്ള നിലക്കൊക്കെ ഇടാതിരിക്കുക. കാരണം അത് നമ്മളൊരു ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു മനുഷ്യജീവിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു റെസ്പെക്റ്റും കാര്യങ്ങളുമാണത്.